ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനേതെങ്കിലും യൂസ്ഡ് വണ്ടി PDA ചെയ്യാൻ പോയതാണെന്നല്ലേ. ഒരിക്കലും അല്ല കേട്ടോ. പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് 2 ദിവസം 34 ലക്ഷം രൂപ കൊടുത്ത് കൊണ്ടുവന്ന വണ്ടിയുടെ അവസ്ഥയാണ്. ഇൻറ്റീരിയറിൽ ഈ ഒരു പാനൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ക്രാക്ക് ആയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഈ ഡോറ് കണ്ടോ, ഈ 2 ഡോറുകളും തമ്മിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ശരിക്കും വാഹനത്തെക്കുറിച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നു 2 കളർ ഡിഫറൻസ്. ഡോർ ഹാൻഡിലിൻ്റെ അടുത്തും പിന്നെ ആ ഒരു ഫസ്റ്റ് ഡോർ ഹാൻഡിൽ വന്ന് എൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് റീപെയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫെൻഡറിൻ്റെ ഒരു ഭാഗം, റൈറ്റ് സൈഡ് ഫെൻഡറിൻ്റെ ഒരു ഭാഗം, ആ ഒരു എഡ്ജ് ഭാഗവും നല്ല രീതിയിൽ റീപെയിൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ തിക്നെസ് മീറ്റർ വെച്ചപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ഒരു വാഹനം PDA ചെയ്ത് കൊടുത്ത പിന്നെ അനീഷ് എന്ന് പറയുന്ന ആളുടെ റെഫറൻസിൽ എനിക്ക് വന്നതാണ്. എന്താണ് സംഭവം ദിലീപ്, ഇങ്ങനെ ഒരു വണ്ടിക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് കണ്ടത് ഡോറിൻ്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ഡെൻ്റ് എടുത്ത് പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇൻറ്റീരിയറിൽ ഒട്ടും നീറ്റല്ല, അതോടൊപ്പം തന്നെ സീറ്റ് ക്ലീൻ അല്ലായിരുന്നു. ടോട്ടലി ഒരു പുതിയ വാഹനം അല്ല എന്നുള്ള രീതി നമുക്ക് തോന്നുമ്പോൾ, അല്ലെങ്കിൽ കാണുമ്പോൾ തോന്നുന്ന ഒരു രീതിയിലേക്ക് വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിർഭാഗ്യവശാൽ ഈ വാഹനം പർച്ചേസ് ചെയ്തിരിക്കുന്നത് കർണാടകത്തിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ നാടായ വെള്ളരിക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഭാഗത്തുള്ള ആ ഒരു ആൾക്കാണ് ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. എന്തായാലും വളരെ വിഷമമായി പോയി. പുതിയ വണ്ടി ഇത്രയും ലക്ഷം കൊടുത്ത് എടുത്തിട്ട് ഇങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ദയവേത് നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഡെലിവറിക്ക് മുമ്പ്, പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഷോറൂമിൽ പോവുക, വാഹനം കാണുക. കണ്ടിട്ട് നിങ്ങൾക്കൊരു അപാകത തോന്നുന്നുണ്ട്, ഒരു യൂഷ്വലും അല്ല എന്നുള്ള രീതിയിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളെ വെച്ച് നോക്കി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് ഡോറിൽ മാത്രമേ ഈ സൗണ്ട് ഉള്ളൂ, ലെഫ്റ്റ് സൈഡ് മാത്രമേ സൗണ്ട് ഉള്ളൂ. റൈറ്റ് സൈഡ് ഞാൻ നോക്കുന്ന സമയത്ത് നോർമലി ഈ കേൾക്കുന്ന രീതിയിലാണ് സൗണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു മാതൃകയായി എടുക്കുക. തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്ത വാഹനങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. താങ്ക്